വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ചിട്ട് 77 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇതിനോടനുബന്ധിച്ചാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പരിപാടി സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പൗരാവകാശ രേഖ പ്രകാശനവും നീന്തൽ പ്രതിഭകൾക്കുള്ള അനുമോദനവും സമൂഹത്തിൽ കൂടിവരുന്ന മദ്യം മയക്കുമരുന്നിനെതിരെയുള്ള വിമുക്തി പ്രഭാഷണം ഹരിതകർമ്മസേനയ്ക്കുള്ള കോട്ട് വിതരണവും നടത്തി. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം കണ്ട ഈ പ്രകാശം ഇത് സാധാരണമായ ഒരു വെളിച്ചമായിരുന്നില്ല. ഇത്രയും വർഷം ഈ നമ്മുടെ നാട് തെളിഞ്ഞിരുന്ന ഈ ഒരു വെളിച്ചം അത് ഇനിയും ഏറെ വർഷങ്ങൾ ഇനിയും ഈ നാട്ടിൽ അതിന് വെളിച്ചമായി തന്നെ തുടരട്ടെ. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഈ വെളിച്ചം ഈ നാട്ടിലുണ്ടായിരിക്കും. അത് ലോകം കാണും. നൂറുകണക്കിന് ആളുകൾക്ക് അത് ഹൃദയങ്ങൾക്ക് അത് സമാധാനം നൽകും എന്നാണ് അന്ന് നെഹ്റു ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്. സത്യത്തിൽ നെഹ്റുവിൻ്റെ ആ ഒരു പ്രത്യാശയാണ് ഇന്ന് സഫലമാകേണ്ടത്. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്നും ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദിവ്യ സാന്നിധ്യമായി നമ്മളെയൊക്കെ നയിക്കുന്ന ഒരു യുഗപ്രഭാവനായി ഗാന്ധിയൻ ആദർശങ്ങളും ഗാന്ധിയൻ ചിന്തകളും നമുക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഹരിതകർമ്മസേനയ്ക്കുള്ള കോട്ടും വിതരണം ചെയ്തു. നീന്തൽ പ്രതിഭയായ റൈസ അജിംസിനെയും പരിശീലകൻ ബിജു തങ്കപ്പനെയും ചടങ്ങിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KS ഇബ്രാഹിം അനുമോദിക്കുകയും തുടർന്ന് അദ്ദേഹം വിമുക്തി പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഗാന്ധി തുടർന്ന് വെച്ച പ്രത്യേകിച്ചും എൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും ചേർത്ത് വയ്ക്കാവുന്ന ലോകത്തെ ഏറ്റവും വലിയ മഹത് വ്യക്തി എന്നത് ഗാന്ധിയാണ്. ഗാന്ധിയുടെ ആദർശങ്ങളിൽ 1, 2, 3, 4 കഴിഞ്ഞാൽ ഇതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS ബെന്നി, ദീപ ഷാജു, KM സയ്യിദ്, വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, KK ഹുസൈൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ഷജി ബസ്സി, അസിസ്റ്റന്റ് സെക്രട്ടറി KK പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.